ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മുടെ ഓണത്തിൻ്റെ ഒത്തിരി റെസിപ്പികൾ കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കി നല്ല കമൻസൊക്കെ പറഞ്ഞ് പായസം, സദ്യ, മസാലക്കറി, സേമിയ പായസമൊക്കെ ഒത്തിരി പേര് ട്രൈ ചെയ്ത് നോക്കി. ഇപ്പം വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ പേര് കമൻസൊക്കെ ഇട്ട് എല്ലാവർക്കും ഞാൻ സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. പിന്നെ നിങ്ങളായിട്ടൊരു സന്തോഷം കൂടി പങ്കുവെക്കാനുണ്ട്. നമ്മുടെ ചാനൽ ഇപ്പോൾ 200K കടന്ന് നമ്മുടെ ചാനൽ വളരെ പതുക്കെയാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത്. എന്നാലും വളരെ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും സബ്സ്ക്രൈബേഴ്സും ഇത്ര വ്യൂസൊക്കെ എനിക്ക് കിട്ടുന്നത്. പ്രത്യേകം ഞാൻ നന്ദി പറയുന്നത്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു പനീർ മട്ടർ മസാലയാണ്. പനീറും ഗ്രീൻ പീസും വെച്ചിട്ടുള്ളൊരു കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, നാൻ, അതുപോലെ പൊറോട്ട, ഫ്രൈഡ് റൈസ്, ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പനീർ മട്ടർ മസാല ഉണ്ടാക്കാം. പനീർ പീസ് മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 200 ഗ്രാം പനീറാണ്. ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലുള്ള ക്യൂബ്സ് ആണ്. ഇത് മിൽക്കി മിസ്റ്റിന്റെ പനീറാണ്. ഞാനിത് ഫ്രീസറിൽ വെച്ച് പനീർ കുറച്ച് സമയം ചൂടുവെള്ളത്തിലിട്ടിട്ടാണ് എടുക്കുന്നത്. അപ്പം പനീർ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ വീട്ടിൽ പനീർ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക. കറിക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 3/4 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. ഫ്രോസൺ ഗ്രീൻ പീസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സാധാരണ ഉണങ്ങിയ ഗ്രീൻ പീസ് കുതിർത്തതിന് ശേഷം കുക്ക് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. ഇനി കറിക്ക് ആവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ്: ഒരു വലിയ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, 10 കശുവണ്ടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 8 അല്ലി വെളുത്തുള്ളി, 1/2 കപ്പ് തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പ്, 2 ഏലയ്ക്ക, ഒരു ബേ ലീഫ്. ഒരു കടായിൽ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ അതുപോലുള്ള ഏതെങ്കിലും ഓയിൽ ഉപയോഗിച്ചാൽ മതി. ഓയിൽ നല്ലപോലെ ചൂടായിരുമ്പോൾ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് 2 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കണം. സവാള ചേർത്ത് വീണ്ടും നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. സവാള ഒരു ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കണം. തക്കാളിയെല്ലാം ഒന്ന് ഉടഞ്ഞ് വരണം. തക്കാളി ഒന്ന് പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പാനൊന്ന് മൂടി വെച്ച് കൊടുക്കണം. പാനൊന്ന് മൂടി ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. 2-3 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം പാനിൻ്റെ മൂടി മാറ്റി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നല്ലപോലെ തണുത്തതിന് ശേഷം വേണം അരച്ചെടുക്കാനായിട്ട്. പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. വഴറ്റി വെച്ച സവാളയും തക്കാളിയെല്ലാം നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇപ്പോൾ മസാല ഈ കാണുന്ന പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കടായി ചൂടായിരുമ്പോഴേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലതുപോലെ ചൂടായിരുമ്പോഴേക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്ക, ബേ ലീഫും കൂടി ചേർത്ത് കൊടുക്കണം. സ്പൈസസ് എല്ലാം പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. 2-3 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. കൂടുതൽ സമയം വഴറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുള്ളതാണ്. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പൊടികൾ ചേർത്തതിന് ശേഷം വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കാം. 2-3 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഇപ്പോൾ മസാല മൂത്ത് നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് മൊത്തം 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് വെള്ളം വരെയൊക്കെ നമുക്ക് ചേർക്കാം. വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഗ്രേവി ഇപ്പോൾ നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടി ചേർത്ത് വീണ്ടും ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഗ്രേവി നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് പാനൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യണം. മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 6 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുറന്നതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ പീസ് പാകത്തിന് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കണം.
പീസ് പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ കസൂരി മേത്തിയാണിത്. കസൂരി മേത്തി ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് തിരുമിയതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം. ഉലുവയുടെ ഇല ഉണക്കിയതാണ്. നമുക്ക് ഇതുപോലെ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. കസൂരി മേത്തി ചേർക്കുമ്പോഴത്തേക്കും കറിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവുമായിരിക്കും. കസൂരി മേത്തി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നോർത്ത് ഇന്ത്യൻ ഡിഷസിലാണ്. പിന്നെ കസൂരി മേത്തി ഉപയോഗിക്കുമ്പോഴത്തേക്കും കൂടി പോകാതെ ശ്രദ്ധിക്കണം. കൂടിയിട്ടുണ്ടെങ്കിൽ കറിക്ക് ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പെല്ലാം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി ചേർത്ത് 2 മിനിറ്റ് നല്ലപോലെ തിളപ്പിക്കണം. ഇപ്പോൾ ഗ്രേവി കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പനീറും കൂടെ ചേർത്ത് കൊടുക്കാം. പനീർ ചേർത്ത് കഴിഞ്ഞ് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. പനീർ ചേർത്ത് കഴിഞ്ഞ് കൂടുതൽ സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കൂടുതൽ ഓവറായിട്ട് കുക്കായിട്ടുണ്ടെങ്കിൽ പനീർ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി പാനൊന്ന് മൂടി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊരു 3 മിനിറ്റ് കുക്ക് ചെയ്യാം. 3 മിനിറ്റ് കഴിയുമ്പോൾ പാൻ്റെ മൂടി മാറ്റി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. കറിയിലുള്ള എണ്ണയെല്ലാം തെളിഞ്ഞ് കറി പാകമായി വന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ പാകത്തിനനുസരിച്ചുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി കറിയുടെ മുകളിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. പനീർ പീസ് മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീമൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബട്ടർ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ പനീർ പീസ് മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്നതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള സിമ്പിൾ ആൻഡ് ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.